തിരുപ്പിറവി ആഘോഷത്തിൽ നാട്. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു. ദേവപുത്രന്റെ ജനനം ആഘോഷത്തോടെയാണ് നാട് വരവേൽക്കുന്നത്. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമഭാവനയുടെയും സന്ദേശമുയർത്തിയാണ് വീണ്ടും ക്രിസ്മസ് എത്തുന്നത്. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ക്രിസ്മസിനെ വരവേറ്റു. പുൽക്കൂടും നക്ഷത്രങ്ങളും ഒരുക്കിയാണ് നാടും നഗരവും ക്രിസ്മസിനെ വരവേറ്റത്. ദേവാലയങ്ങളിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട പ്രത്യേക ചടങ്ങുകൾ നടന്നു. തിരുപ്പിറവിയുടെ സ്മരണയുണർത്തി ദേവാലയങ്ങളിൽ പാതിരാ കുർബാന ഉൾപ്പെടെയുള്ള ചടങ്ങുകളാണ് നടന്നത്. കാലങ്ങളായി നാം തൂക്കുന്ന നക്ഷത്ര വിളക്കുകളും ക്രിസ്തുമസ് ട്രീകളും പുൽക്കൂടുകളും തിരുസ്വരൂപങ്ങളും ഇടയന്മാരും രാജാക്കന്മാരുമൊക്കെ നമ്മളോട് പറഞ്ഞു വെച്ച രക്ഷാകര ചരിത്രത്തിന്റെ മഹാരഹസ്യത്തിന്റെ ഓർമ്മ നമ്മളിലൂടെ ഇന്നും തുടരുകയാണ്. അവർ നമ്മളുമായി പങ്കുവെച്ച ഈ മനുഷ്യാവതാരം എന്ന മഹാരഹസ്യത്തെക്കുറിച്ച് ധ്യാനിക്കുകയും അടുത്ത ഒരു തലമുറയോട് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ഇത് പങ്കുവെക്കുവാൻ പകർന്നു കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരുമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഇന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഓരോ കുടുംബത്തിലും ഒരു പുൽക്കൂടുണ്ടാവണം. ഒരു പുൽക്കൂട് എന്ന് പറയുമ്പോൾ ഒരു കാലിത്തൊഴുത്ത് എന്ന അർത്ഥത്തിൽ മാത്രമല്ല, അതിലൊരു യൗസേപ്പിതാവ് ഉണ്ടാകണം, അതിലൊരു പരിശുദ്ധ അമ്മയുണ്ടാകണം, അതിലൊരു ഈശോയുണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിൽ അപ്രകാരമുള്ള പുൽക്കൂടുകളുടെ സാന്നിധ്യം വലിയ അനുഗ്രഹമായിരിക്കും. പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനും ഒത്തുകൂടാനുമുള്ള അവസരം കൂടിയാണ് ക്രിസ്മസ്. ഓർമ്മകൾക്ക് സുഗന്ധവും കാഴ്ചകൾക്ക് തിളക്കവും മനസ്സിന് മധുരവും സമ്മാനിക്കുന്ന മനോഹരമായ കാലമാണ് ക്രിസ്മസ് കാലം. ആഘോഷത്തിന്റെ മാത്രമല്ല, ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും കൂടി ആഘോഷമാണ് ക്രിസ്മസ്. മഞ്ഞിന്റെ കുളിരും നക്ഷത്രങ്ങളുടെ തിളക്കവും പുൽക്കൂടിന്റെ പുതുമയും പാതിരാ കുർബാനയുടെ പവിത്രതയും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളുമായാണ് വിശ്വാസികൾ ഇത്തവണയും ക്രിസ്മസിനെ വരവേൽക്കുന്നത്.